ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ പുതിയതിരിക്കുന്ന വീട്ടിലേക്ക് പോണ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാടത്ത് നമ്മൾ പുതിയൊരു വീട് എടുക്കേണ്ടതൊന്നുമായില്ല. പാടത്ത് നമ്മളാണ് ഫസ്റ്റായിട്ട് വീട് എടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അവിടെ പില്ലറൊക്കെ വാർത്തിട്ടിരിക്കണം. ഓലാണ് ആദ്യം പില്ലർ വാർത്തിട്ടിരുന്നത്. പക്ഷേ എടുത്തത് നമ്മളാണ് കേട്ടോ. പക്ഷേ നമ്മൾക്ക് മുഴുവനായിട്ടില്ല. ഇനിയിപ്പോൾ ഓലാണോ മുഴുവനാക്കാന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് പോകണ്ട. നമ്മളെ വരെയൊക്കെ ഇപ്പോൾ വയ്യും കാലായും ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരു ആരാൻ്റെ മുറ്റത്ത് കൂടെ അങ്ങനെ നടന്ന് പോകണം. അതാണ് നമ്മളെ വരെയൊക്കെയുള്ള വയ്യ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പെരെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എടുക്കുള്ളൂ എനിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്നു പോയോണ്ടിരിക്കുകയാണ്. പുതിയ എന്താണ് ഇന്നുണ്ടോ ഇവിടെ? അപ്പോൾ നമ്മളെ പെരാന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ആ പെരയ്ക്ക് വയ്യും കലായും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെര എടുത്തത്. വയ്യുള്ള സ്ഥലം നോക്കിയിട്ട് വാങ്ങിയതാണ്. പാടായതുകൊണ്ട് തന്നെ കുറേ മണ്ണിട്ടൊക്കെ നിരത്തിയിട്ട് കുറേ പൈസ അയക്കണം കേട്ടോ ഈ ഒരു പെര എടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ഉള്ള സ്ഥലത്ത് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പെരൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും പണിയില്ലായ്മയും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായതുകൊണ്ട് നമുക്കത് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് മുഴുവനാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മമ്മാക്ക് ഈ ഒരു പെര മുഴുവനാക്കാൻ കുറേ ആഗ്രഹം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ ഈ പെരൻ്റെ ഒരു മുൻഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എടുത്തൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്ന് കാലമാണ് എടുക്കലെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് സിറ്റ് ഔട്ടാണ്. പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പം ഡൈനിങ് ഹാള്, ഇത് ലിവിങ് ഏരിയ ആണ് കേട്ടോ. ഡൈനിങ് ഹാളും ലിവിങ് ഏരിയയും ഇങ്ങനെ ആക്കി കൊടുത്തതാണ്. ഇനി വേണമെങ്കിൽ അത് റൂമാക്കാമെന്ന് പറഞ്ഞ് തറയിൽ അങ്ങനെ ലിവിങ് ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഇതാ ഈ ഭാഗത്ത് അടുക്കളയാണ് കേട്ടോ. അടുക്കള ഇനി പുറത്തേക്ക് അടുപ്പിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ അടുക്കളേൻ്റെ ഒരു ഇതാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടുക്കളയിൽ റാക്കൊക്കെ ഉണ്ട്. പിന്നെ അടുക്കളേൻ്റെ അപ്പുറത്തായിട്ട് തന്നെ അതാ ഇതുപോലെ ഒരു റൂമുണ്ട്. ഈ റൂമിൽ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. റൂമുകളിൽ മാത്രമാണ് ബാത്റൂം ഉള്ളത്. ഡൈനിങ് ഹാളിലൊന്നും ബാത്റൂം ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ എന്താ മുഴുവനാക്കലെന്ന് അറിയില്ല. ഇൻഷാ അല്ലാ എന്നിങ്ങനെ പറയണതാണ്. പഠിച്ചത് നല്ല വലുതേ നമുക്കൊരു ദിവസം തരുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതാ ഇപ്പുറത്തെ ഒരു റൂമുണ്ട്. ഈ ഒരു റൂമിലും ഉണ്ട് കേട്ടോ ബാത്റൂം. റൂമുകളിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ വന്നാൽ സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ അടുക്കളയിൽ. അത് ഞാൻ കാണിച്ചാൽ മറന്നു പോയിന്, വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ മേലേക്ക് ഇതാ കോണിപ്പടി ഇങ്ങനെ മേലേക്ക് കയറി പോകാണ്ട് കോണിക്കൂടൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. അതൊന്നും പഠിത്തിയില്ല. അതിലൊക്കെ വെള്ളം വരികയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. നമ്മളെ വീട് അതിൻ്റെ ബാക്കിലാണ് കേട്ടോ. ആ ഒരു പെരൻ്റെ ബാക്കിലാണ്. അതിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ ചാടിക്കിടക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ പെരൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ ചാടിക്കിടന്നൊക്കെയാണ് നമ്മളങ്ങോട്ട് പോവൽ. അപ്പോൾ ഇവിടെ പെരക്കായി വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. മുന്നൊക്കെ കാണാനൊക്കെ നമുക്ക് വഴിയിലൊരു സ്ഥലം നോക്കി പോകുന്നതാണ് നമ്മൾ. എന്തൊക്കെയായി അപ്പോൾ അതാ എംസാൻ്റെ ഒക്കെ വാരി ഇവിടെ ഇങ്ങോട്ട് വലിച്ചിട്ടാറുണ്ട്. അതൊക്കെ മുറ്റത്ത് ഇനിയൊക്കെ ഉമ്മാൻ്റെ പണിയാണ്. ഇവിടുന്ന് മുന്നിക്കൊക്കെ നോക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പെരക്കായി വരുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതാണ് ആ പാടം കേട്ടോ. ഇവിടെ മുഴുവൻ പാടേനി, നെല്ലൊക്കെ നടുന്ന പാടല്ലേ, അങ്ങനത്തെ ഒരു പാടേനി കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളിലൊരു പാടമാണ്. അതൊക്കെ ഞാനൊരു വീഡിയോ വേണ്ട, എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാനൊരു ജീവചരിത്രം എന്ന രീതിയിൽ പാർട്ട് 1 ആക്കിയിട്ട് അങ്ങനെ ഇടണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ ഇടുമായിരിക്കും. എനിക്കിപ്പോൾ നേരമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതിലാണ്ട് പാടത്ത് കൂടെയൊക്കെ പോകുമ്പോഴൊക്കെ നല്ല രസമാണ്. എനിക്ക് നേരം ഉണ്ടാവില്ലല്ലോ, ഞാനിങ്ങോട്ട് നിൽക്കാനൊന്നും വരലുമില്ല. ഇപ്പോൾ ഞാനിങ്ങോട്ട് വരൽ തന്നെ കുറവാണ്. എന്തെങ്കിലും കാലം വരലുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പെരയിലെത്തിയപ്പം പെരും മഴയല്ലേ ഇപ്പോൾ. അങ്ങനെ മയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഞാനല്ല കേട്ടോ മയത്ത് നോക്കിയിരിക്കണേ, ഈസമോളാണ് കേട്ടോ നോക്കിയിരിക്കണത്. നല്ല മഴ ചെയ്ത് പിന്നെ ഞാൻ അങ്ങോട്ട് കയറിപ്പോന്ന്. പിന്നെ ഉള്ളതൊന്നും ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. പിന്നെ അഞ്ചത്തി ക്ലാസ്സിന് പോവലുണ്ട്. അപ്പോൾ ഓള് വന്നപ്പോൾ ചായൻ്റെ കടിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഉള്ളിവട ഉണ്ട്, പഴംപൊരി ഉണ്ട്. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞപ്പോൾ ഒരു സമൂസയും ഒരു ചട്ടിപ്പത്തിരിയുമായി പോകുന്നിരിക്കണം കേട്ടോ. വേറെ ഉള്ളതൊന്നും ഓൾ വാങ്ങിയിട്ടില്ല. ഓൾ എനിക്കും വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ അത് എനിക്കൊക്കെ തിന്നാൻ കിട്ടിയതുമില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി മുറിച്ചങ്ങോട്ട് തിന്ന്. നമ്മളതിനേക്കാളും അല്ല മക്കൾക്കായ പിന്നെ കാട്ടെ, നമുക്ക് തിന്നാൻ കിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ വൈകുന്നേരമായിട്ട് ഇങ്ങനെ ചായ എടുക്കാറുണ്ട്. 5 മണിയൊക്കെ ആയപ്പം. പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ വേറെ എവിടേക്കും ഇറങ്ങിയതൊന്നുമില്ല. ഒക്കെ ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.